അവാർഡ് കിട്ടിയ ആൽബത്തിന് റിതം ഓഫ് ലവ് എന്ന് പേരിടാനുള്ള കാരണം എന്താണ്? റിതം ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ഹൃദയമിടിപ്പുകൾ. എന്നെ ഞാനാക്കിയ ഏതോ അദൃശ്യ ശക്തിയുടെ സ്നേഹത്തിന് മുന്നിലുള്ള എൻ്റെ സാഷ്ടാംഗ പ്രണാമമാണ് റിതം ഓഫ് ലവ്. ഈ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ താങ്കളാണ്. അതിലെന്ത് തോന്നുന്നു? ആദ്യത്തെ ഇന്ത്യക്കാരൻ, രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്നൊന്നുമില്ല സുഹൃത്തെ. എന്തു നേടുമ്പോഴും അതിന് വഴി കാണിച്ചു തരുന്ന ആരോ ഒരാൾ എൻ്റെ മുന്നിലുണ്ട് എന്നെനിക്കെപ്പോഴും തോന്നാറുണ്ട്. അയാളെ മറന്നുകൊണ്ട് അഹങ്കരിക്കാൻ എനിക്കെന്തോ സാധിക്കാറില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൽക്കത്തയിൽ അങ്ങ് ഒരു സിംഫണി അവതരിപ്പിക്കുകയുണ്ടായി. അന്നത്തെ പത്രസമ്മേളനത്തിൽ സംഗീതത്തിൽ അങ്ങയുടെ ഗുരു ആരാണെന്ന് ഞാൻ ചോദിച്ചു. അതിൻ്റെ ഉത്തരം, ഒരു കാലത്ത് സംഗീതം എനിക്ക് വേദനയ്ക്കുള്ള മരുന്നായിരുന്നു. അതേ സംഗീതം കാരണമാണ് ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ നിന്നും എന്നെ പുറത്താക്കിയത്. 7ാമത്തെ വയസ്സുവരെ അച്ഛൻ എന്നെ വിളിച്ചത് മിടുക്കനെന്നായിരുന്നു. 8ാം വയസ്സ് മുതൽ അമ്മാവനായിരുന്നു എൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമല്ല. അച്ഛൻ മിടുക്കനെന്ന് വിളിച്ച സ്ഥാനത്ത് അമ്മാവൻ എന്നെ വഷളൻ എന്ന് വിളിച്ചു. എന്നെ വഷളനാക്കിയ അമ്മാവൻ എന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് എന്നെ തല്ലാനെടുക്കുന്നൊരു മുളവടിയായിരുന്നു. തല്ലുന്നതിന് മുമ്പ് അമ്മാവൻ ആ മുളവടി ഒന്ന് തടവും. മുളവടിയോടുള്ള അമ്മാവൻ്റെ സ്നേഹം കാണുമ്പോൾ ആ മുളവടി അമ്മായി പ്രസവിച്ചതാണോ എന്ന് വരെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉദയത്തിനും അസ്തമയത്തിനും ഇടയിൽ ഓരോ ദിവസവും ചന്തിക്കിട്ട് 20 അടി. അതായിരുന്നു അമ്മാവൻ്റെ കണക്ക്. കാഴ്ചയെത്താത്തെടുത്ത് ഠേ 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 എന്ന് വീഴുന്ന അടി സംഗീതത്തിൻ്റെ ആദ്യാക്ഷരമായി ഞാൻ എണ്ണുമായിരുന്നു. ഠേ 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 സാ സാ രീ ഗ ഠേ 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 രീ ഗ രീ മാ. വേദന അറിയാതിരിക്കാൻ അടിയുടെ താളത്തിനൊപ്പിച്ച് മനസ്സിൽ ഈശ്വരനാമം ചൊല്ലാൻ അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ ചൊല്ലി. എൻ്റെ സംഗീതത്തിൻ്റെ ആരംഭം അവിടെ നിന്നാണ്. അമ്മയാണ് എൻ്റെ ഗുരു. ഈ ആൽബം ഏതോ വലിയ മനുഷ്യനുള്ള സമർപ്പണമാണെന്ന് സർ പറയുകയുണ്ടായി. അദ്ദേഹം ആരാണ്? അയാൾ സംഗീതത്തിൻ്റെ രാജാവാണ്. ആ രാജാവ് തന്ന വെളിച്ചമാണ് നിങ്ങളെല്ലാവരെയും ഇന്നെൻ്റെ മുന്നിൽ എത്തിച്ച എൻ്റെ പുതിയ സിംഫണി റിതം ഓഫ് ലവ്. മറ്റന്നാൾ ഓസ്ട്രേലിയയിൽ മെൽബേണിൽ ഗ്രാൻഡ് തിയേറ്ററിൽ വെച്ച് നിങ്ങൾ വിശ്വസംഗീത പുരസ്കാരം എന്ന് പറയുന്ന ആ ദക്ഷിണ ഞാൻ കൈനീട്ടി വാങ്ങും. അത് സാഷ്ടാംഗം സമർപ്പിക്കുവാൻ ഒരു കാലടി ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. കൃഷ്ണമണിയിൽ സംഗീതത്തിൻ്റെ പ്രകാശം സൂക്ഷിച്ച ഒരു മഹാരാജാവിൻ്റെ കാലടി. ഈ ചിത്രം കണ്ടില്ലേ? ഞാൻ പഠിച്ച ഹോളി ഫാദർ കോളേജ് ചാപ്പലിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വിശേഷപ്പെട്ട സംഗീത ഉപകരണമാണിത്. ആ മഹാരാജാവിൻ്റെ ഹൃദയമിടിപ്പ് സംഗീതമായി ഉണരുന്നത് ഇവിടെ നിന്നാണ്. കാതോർത്താൽ എനിക്ക് ആ ഹൃദയമിടിപ്പ് ഇപ്പോഴും കേൾക്കാം. റിതം ഓഫ് ലവിൻ്റെ ആരംഭം ആ ഹൃദയമിടിപ്പിൽ നിന്നുമാണ്.